ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പേ ഹിന്ദുക്കുഷ് മലനിരകൾ താണ്ടി ഒരു വലിയ ജനസമൂഹം സിന്ധു നദീതീരത്ത് കുടിയേറിപ്പാർത്തു. തെക്കൻ റഷ്യയിൽ നിന്നും പുറപ്പെട്ടു പോന്ന അവർ പിന്നീട് ആര്യന്മാർ എന്നാണ് അറിയപ്പെട്ടത്. ആര്യന്മാർ ചെറു സമൂഹങ്ങളായാണ് താമസം ആരംഭിച്ചത്. മുമ്പേ സിന്ധു നദീതീരത്ത് താമസിച്ചിരുന്ന ദ്രാവിഡർ കല്ലും കൊണ്ടും പാതയും പട്ടണവുമൊക്കെ നിർമ്മിച്ച പരിഷ്കാരികളായിരുന്നു. പക്ഷേ ആര്യന്മാർ അത്ര പരിഷ്കാരികളൊന്നുമായിരുന്നില്ല. വീടും മറ്റും തടി കൊണ്ട് നിർമ്മിച്ചിരുന്ന അവർ കന്നുകാലികളുടെ എണ്ണം നോക്കിയായിരുന്നു സമ്പത്ത് അളന്നിരുന്നത്. എന്നാൽ അവർ ശക്തരും ആക്രമണകാരികളുമായിരുന്നു. ഒടുവിൽ ദ്രാവിഡർക്ക് തെക്കേ ഇന്ത്യയിലേക്ക് പോരേണ്ടി വന്നു. താമസിയാതെ ആര്യന്മാർ കൃഷി തുടങ്ങി. കലപ്പയുടെ ഉപയോഗവും പുതിയ ജലസേചന മാർഗവുമെല്ലാം അവരെ നല്ല കൃഷിക്കാരാക്കി മാറ്റി. ആര്യന്മാർക്ക് സ്വന്തമായി ഒരു ലിപി ഉണ്ടായിരുന്നില്ല. സംസ്കൃതമായിരുന്നു അവരുടെ ഭാഷ. മതത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമെല്ലാം പുതിയ തലമുറയെ പഠിപ്പിച്ചിരുന്നതും ചൊല്ലിക്കൊടുക്കുന്ന ശ്ലോകങ്ങളിലൂടെയായിരുന്നു. ഇവയാണ് പിന്നീട് വേദങ്ങളായി മാറിയത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ ഏറ്റവും പുരാതനമെന്ന് കരുതപ്പെടുന്നത് ഋഗ്വേദമാണ്. ആര്യസമൂഹത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും മേലേക്കിടയിൽ വിദ്യാഭ്യാസമുള്ള ബ്രാഹ്മണർ, പിന്നെ യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയർ, അതിനും താഴെ കച്ചവടവും കൃഷിയും ചെയ്യുന്ന വൈശ്യർ, ഏറ്റവും ഒടുവിൽ ഉയർന്ന ജാതിക്കാർക്ക് സേവനം ചെയ്യുന്ന ശൂദ്രർ എന്നിങ്ങനെയായിരുന്നു. ഹിന്ദുമതത്തിൻ്റെ അടിത്തറ ആര്യ സംസ്കാരമാണ്. ഒരു ഗുരുവിൽ നിന്നല്ല ഹിന്ദുമതം ഉത്ഭവിച്ചത്. വർഷങ്ങൾ കൊണ്ട് തലമുറകളിലൂടെ ഉരുത്തിരിഞ്ഞതാണത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനുമാണ് ഹിന്ദുമതത്തിലെ പ്രധാന മൂർത്തികൾ. ശ്രീരാമനും ശ്രീകൃഷ്ണനുമൊക്കെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്നാണ് വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുക.